ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് രാവിലെ കാപ്പിയൊക്കെ കുടി കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ എനിക്ക് മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ മത്തി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പഴയ നമ്മുടെ അമ്മമാരൊക്കെ വെക്കുന്ന പോലെ നമ്മൾ അരപ്പൊക്കെ കൂട്ടിയതിന് ശേഷം നമ്മൾ മത്തിയൊക്കെ ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടല്ലേ അടുപ്പത്ത് വെച്ചല്ലേ അങ്ങനെ പണ്ടൊക്കെ അമ്മമാർ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു രീതിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മത്തി അങ്ങനെയുണ്ട്. പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ചൊന്ന് ഉള്ളി ഇട്ടതിന് ശേഷം സവോളയാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതൊന്ന് ചൂടാകാനൊന്നും സമ്മതിച്ചില്ല. അതിനകത്തേക്ക് നമ്മൾ പിന്നെ അരച്ച് വെച്ച അരപ്പൊക്കെ ചേർത്ത് ഇളക്കിയതിന് ശേഷം തിളയ്ക്കാതെ തന്നെ മത്തിയൊക്കെ ഇട്ട് അങ്ങനെ ഒന്ന് സ്റ്റൗവിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു നമ്മൾ കടുക് പൊട്ടിച്ച് മൂപ്പിച്ചൊക്കെ ഉണ്ടാക്കുന്ന രുചിയല്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം എല്ലാവരും, ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ. അപ്പോൾ അത് അങ്ങനെ ഞാൻ അങ്ങനെ അടുപ്പത്ത് വെച്ച് തിളയ്ക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കോവയ്ക്കയും ഒരു ക്യാരറ്റും ഒരു സവോളയൊക്കെ ഇട്ട് അത് മാത്രം ഒന്ന് വഴറ്റി നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഞാൻ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതും എല്ലാം തന്നെ നീളത്തിൽ തന്നെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ കോവയ്ക്ക ഉണ്ടല്ലോ, ഒരു ചുവപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മൂത്തിട്ടുണ്ടാവും. മൂത്തതിന് നമ്മൾ ഒരു കടിക്കുമ്പോൾ ഒരു പ്രത്യേക നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ കളയണോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ഒരു കഷ്ണം ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ പക്ഷേ അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചുവന്ന കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഇളത്തെ ആയിരുന്നു ആ കോവയ്ക്ക. അപ്പോൾ ആ കോവയ്ക്ക അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ക്യാരറ്റ് നീളത്തിൽ തന്നെ അരിഞ്ഞൊക്കെ വെച്ചു. അതൊന്ന് വഴറ്റാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ ഈ മത്തി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഞാൻ പിള്ളേർക്ക് വറുക്കാനും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചതിന് ശേഷം ആ മത്തിയും കൂടി എടുത്ത് വെച്ചത് മുളകും കുരുമുളകും ഉപ്പുമൊക്കെ ചേർത്തൊരു 10 മിനിറ്റ് ഞാനത് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വറുക്കാമല്ലോ. ഇത്തിരി ഒന്ന് പിടിക്കുമല്ലോ നമ്മൾ ഒരല്പം നേരം. അല്ല ഉടനെ തന്നെയൊക്കെ വറുത്താൽ അത് രുചിയൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒന്നും ചേർത്തില്ല കേട്ടോ. അപ്പോൾ മക്കൾക്ക് മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചത് ഞാൻ ജസ്റ്റ് ഇത്രയും പൊടിയൊക്കെ ചേർത്തുള്ളൂ. അതൊന്ന് വഴറ്റാൻ അന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കോവയ്ക്കയും ക്യാരറ്റും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് മെഴുക്ക് വരട്ടി ആക്കിയേക്കാമെന്ന് വിചാരിച്ച് ഈ കൂടെ തന്നെ ആ ജോലിയും അങ്ങോട്ട് നമ്മുടെ കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ച് പിന്നെ അതിനകത്തേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിളും ചേർത്ത് ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണയിൽ തന്നെ ആട്ടോ, വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ചല്ലേ ഉള്ളൂ, ഉച്ചക്കത്തേക്ക് മാത്രമൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ച് അത്രയും ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്നും അടച്ച് വെച്ച് ഞാൻ പിന്നെ വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെറിയ മാമ്പഴം എനിക്ക് കിട്ടി, എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നാണ്. അപ്പോൾ ഈ മാമ്പഴം എന്നാൽ ഒരു പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞാനത് ഈ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ എടുത്തു. അപ്പോൾ ഈ മാമ്പഴം കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യം ഓർത്തു കേട്ടോ. എൻ്റെ വീട്ടിൽ ഒരു മാവുണ്ടായിരുന്നു, ചെറിയ മാമ്പഴം ഉണ്ടാവണത്. അപ്പോൾ നിറയെ കായ്ക്കുമായിരുന്നേ. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടായി ഇത് കാറ്റത്ത് ഇങ്ങനെ കുറേ അധികമൊക്കെ വീഴും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ഓടിച്ചില്ലും കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമായതുകൊണ്ട് പിന്നെ അങ്ങനെ പിള്ളേരെല്ലാവരും ഓടി ചെല്ലുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ഓർമ്മയിലേക്കൊക്കെ അങ്ങോട്ട് പോയി ഇത് ഇങ്ങനെ ഞാൻ എടുത്തപ്പോൾ. അപ്പോൾ അങ്ങനെ ഞാനൊരു 3 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ അതിനകത്തേക്ക് അത് തൊലി പൊളിച്ച് അതിനകത്തേക്ക് 2 പച്ചമുളകും ഇത്തിരി കറിവേപ്പിലയും ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ച് വേവാനായിട്ട് വെച്ചു. പിന്നെ ആ സമയത്ത് എൻ്റെ ഈ വഴറ്റാൻ വെച്ചിരിക്കുന്ന ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടിയൊക്കെ അങ്ങ് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതും കഴുകാനുണ്ട്. പിന്നെ ഞാൻ എടുക്കണ പാത്രം അങ്ങോട്ട് കഴുകി ഒക്കെ മാറ്റിയതുകൊണ്ട് അധികം പാത്രമൊന്നും എനിക്കുണ്ടായിരുന്നില്ല കഴുകാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ പാത്രമൊക്കെ കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ച് അതും ഞാൻ കഴുകിയൊക്കെ വയ്ക്കുന്നുണ്ട്.
അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ആ സമയം കൊണ്ട് ഈ നമ്മുടെ പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ പിന്നെ ഒരു 3/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് അതിൻ്റെ ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെയൊക്കെ നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് വഴറ്റി അത് മൂടി വെച്ചപ്പോൾ അത് എൻ്റെ ആ ജോലിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് മാമ്പഴം പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി നുള്ള് ജീരകവും പിന്നെ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് അല്പം വെള്ളം ചേർക്കാവുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം ഒന്നും ചേർക്കേണ്ട, ഞങ്ങൾ തൈരും കൂടി ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്തേക്ക് ഒരല്പം വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളവും പിന്നെ തൈരും കൂടി ഞാൻ ചേർത്തിട്ടാണ്. തൈര് നല്ല കട്ട തൈരായതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തില്ലെങ്കിൽ വെള്ളം ചേർക്കാതെ അരയ്ക്കണത്. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഈ മാമ്പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അരച്ചതിന് ശേഷം ഈ അരപ്പ് അതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ഒരുപാട് അങ്ങോട്ട് തിളയ്ക്കണ്ട. ഇത് നമ്മുടെ ഈ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ ഒരു കുമള വരാനുള്ള തിളയ്ക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുമ്പോഴേ അതങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ അത് ആ ഒരു ഇതിലേക്കായപ്പോൾ ഞാൻ അതിനകത്തേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുകും ഇട്ട് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് 2 വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് അത് നമ്മുടെ ഈ മോരിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എല്ലായിടത്തേക്കും അതിൻ്റെ ആ ഒരു ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ആ മാമ്പഴപ്പുളിശ്ശേരി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ക്ലീനിങ് ഒക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. മതി കൂടുതൽ ക്ലീൻ ആക്കണ്ട. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാൻ പോവാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹവും അറിയിക്കുകയാണ്. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാവേ.